നമസ്കാരം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ.ജെ. റീനയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇന്നലെ കേസിൽ സർക്കാരിന്റെയും എതിർഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിയത്. ട്രൈബ്യൂണൽ ഉത്തരവ് നിലനിൽക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഇന്നത്തെ വിധി സർക്കാരിനും ആരോഗ്യവകുപ്പിനും അതീവ നിർണായകമാണ്. ഡോക്ടർ റീന DHS സ്ഥാനത്ത് 3 വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഇവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചതാണെന്നും അത് നീട്ടി നൽകിയിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഡോക്ടർ റീനയെ തരം താഴ്ത്തിയിട്ടില്ലെന്നും സമാനമായ പദവി തന്നെയാണ് നൽകിയിട്ടുള്ളതെന്നും വ്യക്തമാക്കിയ സർക്കാർ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റി നിയമിച്ചതെന്നും ബോധിപ്പിച്ചു. എന്നാൽ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കേണ്ടത് ട്രൈബ്യൂണലാണെന്നും തൽക്കാലം ഇടക്കാല ഉത്തരവിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കുകയുള്ളൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. സ്ഥലമാറ്റത്തിന് ട്രൈബ്യൂണലിൽ നിന്നും സ്റ്റേ നേടിയ ഡോക്ടർ കെ.ജെ. റീനയും ഇതേ സ്ഥാനത്തേക്ക് സർക്കാർ താൽക്കാലിക ചുമതല നൽകിയ ഡോക്ടർ മീനാക്ഷിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫീസിലെത്തി ഒരേ പദവിയിൽ തുടരുന്ന അസാധാരണ കാഴ്ചയാണ് ഡയറക്ടറേറ്റ് സാക്ഷ്യം വഹിക്കുന്നത്. സർക്കാരുമായി സഹകരിക്കാത്തതിനാലാണ് ഡയറക്ടറെ മാറ്റിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും വകുപ്പിലെ ആഭ്യന്തര തർക്കങ്ങളാണ് കസരകളിക്ക് പിന്നിലെന്നാണ് സൂചന. പൂനെയിൽ നിന്നുള്ള നിപ പരിശോധനാ ഫലം അറിഞ്ഞിട്ടും DHS സമയത്ത് സർക്കാരിനെ അറിയിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഡയറക്ടർ സ്ഥാനത്തിരുന്ന് വീഴ്ച വരുത്തിയതിനാലാണ് നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിപ ഫലം മറച്ചുവെച്ചു എന്ന ആരോഗ്യമന്ത്രിയുടെ വാദം ഡോക്ടർ റീന പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. താൻ കൃത്യമായ വിവരങ്ങൾ കൈമാറിയെന്നാണ് ഡയറക്ടറുടെ നിലപാട്. ആരോഗ്യരംഗത്തെ ഈ പ്രതിസന്ധിയെ ചൊല്ലി നിയമസഭയിലും ഭരണപ്രതിപക്ഷ പോര് രൂക്ഷമായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൽ കടുത്ത കെടുകാര്യസ്ഥതയാണെന്നും പകർച്ചവ്യാധികൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പഴയ ചില പ്രയോഗങ്ങൾ ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ റീൽസ് ചിത്രീകരണവും 5 വർഷത്തെ വീണമീട്ടലുമാണ് ആരോഗ്യമേഖലയെ തകർത്തതെന്നായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ മറുപടി. വകുപ്പിലെ സിസ്റ്റത്തെ അംഗീകരിക്കാത്തവർ കസേരയിൽ ഉണ്ടാകില്ലെന്ന കർശന മുന്നറിയിപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ നിലവിലെ ഈ പ്രതിസന്ധി അത് അടിയന്തരമായി പരിഹരിക്കപ്പെടണം. സംസ്ഥാനത്ത് മഴജന്യ രോഗങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. നിപ അടക്കമുള്ള വലിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നാടിന്റെ ആരോഗ്യസ്ഥിതി അത് വലിയ രീതിയിൽ ബാധിക്കും. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളിലൊക്കെ വലിയ പാളിച്ചകൾ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യാപകമായ രീതിയിൽ എബോളയും ഡെങ്കിപ്പനിയും അടക്കമുള്ള രോഗങ്ങൾ പടരുന്നത്. ഈ ഒരു സാഹചര്യം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഡയറക്ടർ സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉടനടി കാണേണ്ടതുണ്ട്.